നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മുത്തശ്ശിയുടെ മൃതദേഹം 16 വർഷം വീട്ടിൽ ഫ്രീസറിൽ സൂക്ഷിച്ച കൊച്ചുമകൾ അറസ്റ്റിലായെന്നൊരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയയിലാണ് ഈ സംഭവം ഉണ്ടായത്. കേസുമായി ബന്ധപ്പെട്ട് 61-കാരിയായ സിന്ധ്യ ബ്ലാക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2019 ഫെബ്രുവരിയിലാണ് പോലീസ് സംഭവം കണ്ടെത്തിയത്. കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായത് ഇപ്പോഴാണ്. 1906 മെയ് 3 ജനിച്ച ഗ്ലോനാറോ റെക്കോർഡ് ഡെലഹായ് എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇവർ 2004 98-ാം വയസ്സിലാണ് മരിച്ചത്. എന്നാൽ ഇത് മറച്ചുവെച്ച് കഴിഞ്ഞ 16 വർഷം മുത്തശ്ശിക്ക് കിട്ടാനുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലുള്ള തുക വാങ്ങിക്കുകയുണ്ടായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നത്. ഈ വരുമാനം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയാണ് മൃതദേഹം വീടിന് താഴെ രഹസ്യ അറയുണ്ടാക്കി ഒരു ഫ്രീസറിൽ സൂക്ഷിച്ചത്. 2007 അഡ്മോറിൽ നിന്ന് യോർക്ക് കൗണ്ടിയിലേക്ക് താമസം മാറ്റിയപ്പോഴാണ് ഈ ഫ്രീസറും രഹസ്യമായി അവിടേക്ക് കടത്തിയത്. പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ സിന്ധ്യയുടെ പണയത്തിലായിരുന്ന വീട് നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലെത്തി. ഈ സമയം വീട് വാങ്ങാനായി എത്തിയവരാണ് ഫ്രീസറിനുള്ളിൽ മൃതദേഹം കണ്ടത്. ഇവർ നൽകിയ വിവരമനുസരിച്ചാണ് പോലീസ് സംഘം സിന്ധ്യയെ അറസ്റ്റ് ചെയ്തത്. മൃതദേഹത്തോടുള്ള അനാദരവ്, സാമ്പത്തിക ചൂഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2001 മുതൽ 2010 വരെ ഏകദേശം $2 ലക്ഷത്തോളം മുത്തശ്ശിയുടെ പേരിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സിന്ധ്യ കൈക്കലാക്കിയതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞു. വായ്പാ തിരിച്ചടവിനും മറ്റുമാണ് അവർ ഈ പണം ഉപയോഗിച്ചിരുന്നത്. 2010 വരെ സിന്ധ്യയുടെ മുത്തശ്ശിയുടെ പേരിൽ പണം കൈമാറിയെന്ന് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.